നമസ്കാരം. ഹനാൻ ഷാ ഈ വ്യക്തി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്, ഫാമിലി ബ്ലോഗറാണ്, നല്ലൊരു പാട്ടുകാരനാണ്. ഹനാൻസ് ഫാമിലി എന്നാണ് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഏകദേശം 1.33 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ ഹനാൻസ് ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷവും വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് വീഡിയോയ്ക്കകത്ത് ഈ ഹനാൻ ഷായുടെ ബ്രദറിൻ്റെ സ്കൂളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ ക്യാമ്പിൽ ആളെ തികയ്ക്കണമല്ലോ. അങ്ങനെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോവുകയാണ് അവിടെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്ന് ഫോമൊക്കെ പൂരിപ്പിച്ച് അകത്ത് കയറി. അപ്പോൾ ഹനാൻ ഷായ്ക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ജലദോഷം ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അൺഫിറ്റ് ആക്കി വിട്ടു. അങ്ങനെ പിന്നെ ബ്ലഡ് കൊടുക്കാതെ തിരിച്ചിറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയർ കുട്ടികളോടൊക്കെ തന്നെ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ആ ഒരു ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ സ്കൂളിൽ ചെല്ലുന്ന സമയം മുതലേ ആ കുട്ടികളോടായിക്കോട്ടെ അവിടെയുള്ള സ്റ്റാഫുകളോടായിക്കോട്ടെ വളരെ മര്യാദപൂർവ്വമാണ് ഈ ഹനാൻ ഷാ ബിഹേവ് ചെയ്യുന്നത്. എല്ലാവരോടും നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്, വളരെ മാന്യതയോടുകൂടിയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിൻ്റെ തലക്കനോ ഒന്നും തന്നെ പുള്ളി കാണിക്കുന്നില്ല. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്ത് ഈ യാത്ര ചോദിക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ, ഈ വോളണ്ടിയറാണ്, NSS വോളണ്ടിയറാണ്. ആ പയ്യൻ ഹനാൻ ഷായുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, വ്യത്യസ്ത സ്ത്രീകളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് കൊണ്ടാണോ അൺഫിറ്റ് ആക്കി കളഞ്ഞതെന്ന്. ഒരു പരിചയവും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒരു കൊച്ചു പയ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ വാക്സാമർത്ഥ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്ന് ഇവർക്ക് അറിയില്ല, പരിചയമില്ല. നാവിന് എല്ലില്ലാത്ത പ്രവൃത്തിയാണ് പല കുട്ടികളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ ബ്ലോഗും അതിനുശേഷമുള്ള ആ ഒരു എക്സ്പ്ലനേഷനും നമുക്കൊന്ന് കണ്ടു നോക്കാം. ജലദോഷം കണ്ടില്ല അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കണില്ല, കാരണം പിന്നെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ അഫിക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് ഇന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഇന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളതാണ്. എൻ്റെ കൂടെ 4 ആൾ, നമ്മുടെ ബാഗ് ഇപ്പോഴും പാക്ക് ആയിട്ടില്ല. പക്ഷേ അഫിക്ക് സ്റ്റിൽ ഓൻ്റെ സ്കൂൾക്ക് 4 ആളെ തേക്കാൻ ആളോന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് ചുറ്റിനൊക്കെ ജലദോഷമുണ്ട്, കാരണം പരിപാടിയും യാത്രയൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഹെൽത്ത് ഫുള്ള് പോയി കിടക്കുകയാണ്. ആ അവസ്ഥയിലും നമ്മൾ രാവിലെ എണീറ്റ് ഉറക്കം ഒഴിവാക്കി അവിടെ ചെന്ന് ഇങ്ങനെ ഞാൻ എല്ലാ കുട്ടികളോടും പറയാം, ഞാൻ വളരെ നല്ല രീതിയിലാണ് കുട്ടികളെയും കൂട്ടക്കാരെയും സ്കൂളുകാരെയും എല്ലാവരും, ഒരു മനുഷ്യനാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് വേറെ തന്നെ. അത് ഇന്നെ നേരിട്ട് അറിയുന്നവർക്ക് തന്നെ നേരിട്ട് വീട്ടിൽ നിങ്ങളുപ്പ ഒരു രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയി. നിങ്ങൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ രക്തം കൊടുക്കാൻ വരെ ഒരു ഏരിയ വരെ പോയി. അപ്പോൾ നിങ്ങൾ ഉപ്പ അസുഖങ്ങളുള്ളത് കൊണ്ട്, അതായത് ജലദോഷം സിട്രസിന് തലേ ദിവസം മരുന്നെടുത്ത കാരണത്തിനാൽ രക്തം കൊടുക്കാൻ പറ്റൂല, വേറൊരു സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ഡോക്ടർ മടക്കി കൊടുക്കും. നിങ്ങൾ ഉപ്പ ഇങ്ങനെ തിരിച്ച് പോവാം. അപ്പോൾ നമ്മൾ ഒരാൾ നമ്മൾ മൈൻഡാക്കാണ്ട് നടന്ന് പോകുമ്പോൾ അത് ആർക്കൊരു ഉപദ്രവം ഇല്ലാണ്ട് നമ്മളെ പാട്ടിന് പോകുമ്പോൾ ഒരാളുടെ ഒരു വാക്ക് പോലും സംസാരിക്കുന്ന കുത്തുവാക്കുകളും പറയുന്ന ഒരു പാട്ടിന് പോകുമ്പോൾ ഒരാൾ നമ്മളോട് സൈഡിൽ നിന്ന് പറയാണ് 2-3 പെണ്ണുങ്ങളെ കൂടെ കടന്നുകൊണ്ടാവില്ലേ രക്തം കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഉപ്പമാർക്ക് വേദനിക്കുമെന്ന് അറിയില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തായാലും വേദനിക്കും. ഒന്നുമില്ലെങ്കിൽ മറ്റേ ന്യൂബോളിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ മൂക്കിന് താഴെ മീശയുള്ള ഒരാൾക്ക് വേദനിക്കും. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ആ ഒരു ക്ലിപ്പിലുള്ളത് ഇതുപോലെ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ആ പയ്യൻ ചോദിക്കുന്ന ആ ഒരു ഭാഗമാണ്. ആ പയ്യന്റെ മുഖമോ ആ പയ്യൻ ആരാണെന്നുള്ള കാര്യമൊന്നും തന്നെ ഹനാൻ ഷാ വെളിപ്പെടുത്തിയിട്ടില്ല. അത് അയാളുടെ മര്യാദ. അയാൾക്ക് മര്യാദ ഉള്ളത് കൊണ്ടും ചെറിയൊരു കുട്ടിയാണല്ലോ എന്നുള്ളൊരു പരിഗണന കൊടുത്തത് കൊണ്ടും മാത്രമാണ്. വേറെ വല്ലവരും ആയിരുന്നുണ്ടെങ്കിൽ അവിടെ വലിയ ബഹളം നടന്നേനെ. എല്ലാ ആണുങ്ങളും ഇതുപോലെ പതിയെ റിയാക്ട് ചെയ്യുന്നവരല്ല. കാരണം ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഈ രീതിയിൽ ഒരു തോന്നിവാസം ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്താണ് അങ്ങനെ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും അവിടെ അടി നടന്നേനെ. സ്കൂളാണെന്നൊന്നും നമ്മൾ ചിലപ്പോൾ ആലോചിക്കത്തില്ല. നമുക്ക് ദേഷ്യം വരും. ആ രീതിയിലുള്ളൊരു ചോദ്യമാണ് ഒരു പരിചയവും ഇല്ലാത്തൊരു വ്യക്തിയോട്. ഇപ്പം നമ്മൾ വളരെയധികം അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് നമ്മൾ എന്ത് തമാശയും പറയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, പരസ്പരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അത് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ മാത്രമാണ്. അത്രയും ഒന്നെങ്കിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം. അല്ലാതെ ഈ കുട്ടികളൊക്കെ ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും അനിയത്തിമാരോടും സഹോദരങ്ങളോടും ഒക്കെ ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠികളോട് ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? വളരെ മോശമായിപ്പോയി. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മിറർ റിഫ്ലക്ഷനാണ് ആ കുട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല, ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല. അവരുടെയൊക്കെ ചിന്താശേഷി പോകുന്നത് കണ്ടില്ലേ? അൺഫിറ്റ് ആണ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ ചിന്താഗതി അങ്ങ് പോവുകയാണ്, വേറൊരു ലെവലിലേക്കാണ് ചിന്തിക്കുന്നത്. ഫാൻറ്റസിയൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്. അല്ലെങ്കിൽ ഹനാൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് യാതൊരു രീതിയിലുള്ള പരിചയമില്ല. ചിലപ്പോൾ യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കാം.
അങ്ങനെ ഒരു വ്യക്തിയോട് ഒരു മടിയും ഇല്ലാതെ, അതും തല്ല് കിട്ടേണ്ട പ്രവൃത്തിയാണ്, തല്ല് കിട്ടണ്ടേ. ആ സ്കൂളുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പണിഷ്മെന്റ് കിട്ടേണ്ട പ്രവൃത്തിയാണ്. വേറെ വല്ല ആണുങ്ങളും ആയിരുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു വഴക്കുണ്ടായേനെ, ആ അന്തരീക്ഷം തന്നെ മാറിപ്പോയേനെ. ഇവിടെ ഹനാൻ ഷാൻ മര്യാദയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ്റെ ഫോട്ടോയും വീഡിയോയും മൊത്തം യൂട്യൂബ് ചാനലിൽ പ്രചരിച്ചേനെ. അങ്ങനൊരു സംഭവം ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് പണ്ട് അങ്ങനത്തെ ഒരു അറിവുണ്ടായിരുന്നു. എല്ലാവരോടും നമ്മൾ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കില്ലായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാവരോടും എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണമെന്ന് നമുക്ക് അറിയാമായിരുന്നു. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ളൊരു വിവരമെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നു. ടീച്ചർമാരോട് ഒരു രീതിയിൽ സംസാരിക്കണം, നമ്മുടെ കൂടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുട്ടികളോട് ഏത് രീതിയിൽ സംസാരിക്കണം, സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം, പുരുഷന്മാരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ബേസിക് ആയിട്ടുള്ള നോളേജ് കുട്ടികളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ആരോടും എന്തും എപ്പോഴും പറയും, എന്ത് തോന്നിവാസോ എന്ത് വൃത്തികേടും ഒരു പറയും. അതിൽ 1% തെറ്റുകാർ മാതാപിതാക്കളാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരുത്തേണ്ടത് ആദ്യം. രണ്ടാമത് അധ്യാപകർ. ഈ 2 സ്ഥലങ്ങളിൽ നിന്നാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. ഒന്ന് സ്കൂളിൽ നിന്നും, 2 വീട്ടിൽ നിന്നും. ഇപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ച് വിടുന്നത്? ഇവിടെ ഹനാൻ ഷായുടെ ആ ബിഹേവിയർ കണ്ടോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും വളരെയധികം മര്യാദയോട് കൂടിയിട്ട് അവിടെ വലിയ റിയാക്ഷൻ ഉണ്ടാകാമായിരുന്നു. പക്ഷെ വലുതായിട്ട് റിയാക്ട് ചെയ്യാതെ ആ കുട്ടിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, ഇനി മേലെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഒത്തുതീർപ്പാക്കി. അത് ആ ഹനാൻ ഷാ വീട്ടിൽ നിന്ന് പഠിച്ച ഗുണമാണ്. വീട്ടിൽ പരസ്പരം എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ ജനറേഷനിലെ കുട്ടികൾ ചിന്തിക്കുന്നതൊക്കെ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമാണ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഫോൺ കാരണമാണ്, ഇൻ്റർനെറ്റ് സംവിധാനം കാരണമാണ്, ഫോണിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ പല കാര്യങ്ങളാണ് കണ്ടു വളരുന്നത് കുട്ടികൾ. പക്ഷെ എന്നാലും അങ്ങനെ കണ്ടു വളരുന്ന കുട്ടികളിലും നല്ല രീതിയിലുള്ള ബിഹേവിയർ ഉള്ള കുട്ടികളുണ്ട്. ഒരു 50% ചീത്തയാവുന്നുണ്ടെങ്കിൽ 50% നന്നായിട്ട് വളരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിനൊക്കെ കാരണം അവർ വളർന്നു വരുന്ന രീതി, അവരെ പഠിപ്പിക്കുന്ന രീതി, അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന രീതി, അതൊക്കെയാണ്. ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കും മക്കളിൽ യാതൊരു രീതിയിലും ശ്രദ്ധയില്ല. ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. പണ്ടൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ പുറകെ നടന്നാണ് നമ്മളോട് ഓരോ കാര്യവും ചെയ്യുന്നത്. നമുക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ ആ ഫോണിനകത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർ നോക്കുമായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പം മാതാപിതാക്കളുടെ ശ്രദ്ധ കുറഞ്ഞു, അധ്യാപകരുടെ ശ്രദ്ധ കുറഞ്ഞു. കുട്ടികളൊരു അഡൽട്ട് ആണ് എന്നുള്ള രീതിയിലാണ് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്. പല കുട്ടികളും ബിഹേവ് ചെയ്യുന്നത് 10-30 വയസ്സുള്ള ഒരു അഡൽട്ടിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ട, ഞങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു തരണ്ട, ഞങ്ങളെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട, ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കും? അപ്പം ആരോട് എന്ത് സംസാരിക്കണമെന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു നോളേജ് എങ്കിലും കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ശരിക്കും ക്ഷമയോട് കൂടിയിട്ടല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടത്. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്നൊക്കെ പറയും, പക്ഷെ എല്ലാ സാഹചര്യത്തിലും അത് ചെയ്യില്ല. എല്ലായിടത്തും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാതെ ഇരിക്കാവുന്നേ ഉള്ളൂ. ആൾക്കാർ നമ്മുടെ തലയിൽ കയറി നിരങ്ങും. ഇപ്പൊ തലയിൽ കയറി പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാട്ടി പ്രായത്തിൽ മുതിർന്ന ആൾക്കാരായിരുന്നു നമ്മളെടുത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർ പക്ഷേ മര്യാദ ഭാഷയിൽ നമ്മളെ ഉപദേശിക്കാനായിരുന്നു വരുന്നത്. പക്ഷെ ഇപ്പം നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞ കുട്ടികളെ വേണം നമ്മൾ സൂക്ഷിക്കാൻ. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് നമ്മൾ ശരിക്കും സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ.